യഥോധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായും പറഞ്ഞു നിർത്തിയത് പാണ്ഡവരുടെ വനവാസ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ പാണ്ഡവരെല്ലാം കൂടിയിരുന്ന് പാഞ്ചാലിയും യുധിഷ്ഠിരനും പ്രധാനമായി വാഗ്വാദം നടത്തുന്ന ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ഈ കാര്യങ്ങളെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന പാണ്ഡവരിൽ അർജുനനും ഭീമനുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഭീമസേനൻ ഇവരുടെ ഈ സംഭാഷണം കേട്ടു നിൽക്കുകയും അത് കേട്ട് വളരെയധികം വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഭീമൻ വളരെയധികം ദുഃഖിതനുമായിരുന്നു. ഭീമസേനൻ മുന്നോട്ട് വന്ന് യുധിഷ്ഠിര മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, അങ്ങ് കേവലം ധർമ്മത്തിൻ്റെ പേരിൽ മാത്രം ഈ രാജ്യം ത്യജിച്ച് ഈ വനത്തിൽ വന്ന് ഈ വിധം കഴിയുന്നത് കൊണ്ട് ആർക്ക് എന്താണ് പ്രയോജനം? അങ്ങയെ അനുസരിക്കുന്ന നിലയ്ക്ക് വേണ്ടി മാത്രം അങ്ങയുടെ അനുജന്മാരെന്ന നിലയ്ക്ക് നമ്മൾ ഇതെല്ലാം കണ്ട് അങ്ങയോടൊപ്പം ഈ വനത്തിൽ കഴിയുകയാണ്. എന്നാൽ ധർമ്മം സംരക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം പ്രവർത്തിച്ച അങ്ങ് ഒരു ഭാഗത്ത് ധർമ്മം സംരക്ഷിച്ചു എന്ന് അങ്ങേക്ക് തോന്നാമെങ്കിലും മറുഭാഗത്ത് അധർമ്മം നടക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങ് ചെയ്തത് എന്ന് എനിക്ക് തോന്നിയാൽ അങ്ങക്ക് എങ്ങനെയാണ് അത് നിഷേധിക്കാൻ കഴിയുക? കാരണം ദുര്യോധനൻ നമ്മുടെ രാജ്യം സ്വന്തമാക്കിയത് ദുര്യോധനൻ്റെ കരുത്തുകൊണ്ടോ ശ്രേയസ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. കേവലം ചതിയിലൂടെ, വഞ്ചനയിലൂടെ, കള്ളച്ചൂത് കളിച്ചാണ് നമുക്ക് അവകാശപ്പെട്ട രാജ്യം അവൻ സ്വന്തമാക്കിയത്. അതായത് കരുത്തനായ സിംഹത്തിൻ്റെ ഭക്ഷണം ദുർബലനായ കുറുക്കൻ കൗശലത്തിൽ തട്ടിയെടുക്കുന്നത് പോലെ നമ്മുടെ രാജ്യം തട്ടിയെടുത്ത ധൃതരാഷ്ട്രപുത്രന്മാരെ അങ്ങ് അതിനനുവദിച്ചതിലൂടെ അങ്ങേക്ക് ധർമ്മമാണ് നടക്കാക്കിയെന്ന് തോന്നുന്നുവെങ്കിലും അവിടെ ദുര്യോധനൻ്റെ അധർമ്മം നടക്കാൻ അങ്ങ് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് എന്ന് എനിക്ക് തോന്നിയാൽ അങ്ങേക്കതെങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? അങ്ങയെ അനുസരിക്കുക എന്ന ഒറ്റ ബാധ്യത അങ്ങയുടെ അനുജന്മാരായതുകൊണ്ട് മാത്രം അത് അംഗീകരിച്ച് അങ്ങയോടൊപ്പം വനത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ട ഈ നമ്മൾ ആ നിമിഷം ദുര്യോധനനെയും അനുജന്മാരെയും നിഗ്രഹിച്ച് നമുക്ക് അവകാശപ്പെട്ട രാജ്യം നമ്മൾ തന്നെ സ്വന്തമാക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത് നമ്മൾ ചെയ്യാതിരുന്നത് അങ്ങയുടെ ഇഷ്ടപ്രകാരമായിരുന്നു, അങ്ങയുടെ ആജ്ഞപ്രകാരമായിരുന്നു, അങ്ങയുടെ ആഗ്രഹപ്രകാരമായിരുന്നു. ഇനി ഞാൻ ഒന്ന് പറയുന്നു. അങ്ങ് ധർമ്മം നടപ്പാക്കി എന്ന് അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിലും അങ്ങ് കാണുന്ന ധർമ്മം അങ്ങയുടെ ദൗർബല്യമായിട്ടാണ് ദുര്യോധനാദികൾ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏത് വിധത്തിലുള്ള പ്രകോപനം കൗരവരിൽ നിന്നുണ്ടായിട്ടും അതിന് പ്രതികരിക്കാതെ ഇരുന്ന നമ്മൾ കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ ഇരുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം എൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും മഹാരാജാവായ യുധിഷ്ഠിരനോട് പറയാം. യുദ്ധത്തിൽ മരിക്കുക എന്നത് എനിക്ക് ഒരു കാരണത്താലും ഭയമുള്ള കാര്യമല്ല. എന്നാൽ അപമാനം സഹിക്കുക എന്നത് ഞാൻ മരണത്തെക്കാൾ ദുഃഖകരമായി കാണുന്നു. ആയതിനാൽ അന്ന് ആ സഭയിൽ വെച്ച് തന്നെ ദുര്യോധനനെയും അനുജന്മാരെയും കൂട്ടാളികളെയും നിഗ്രഹിച്ച് രാജ്യം നമ്മൾക്ക് കരസ്ഥമാക്കാതിരുന്നതിൽ ദുഃഖിക്കുന്ന എനിക്ക് ഇനിയും ഈ വിധം തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ധർമ്മം സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി മാത്രം അങ്ങ് ഈ വിധം മുന്നോട്ട് പോയാൽ അങ്ങ് ഒരു കാര്യം ഓർക്കുക: ധർമ്മം സംരക്ഷിക്കണമെങ്കിൽ ധർമ്മത്തിന് ആധാരമായ
ധനവും കൂടിയേ തീരൂ. ധനമില്ലാത്ത ഒരു വ്യക്തിക്ക് ധർമ്മം പൂർണ്ണമായി പരിപാലിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. ധർമ്മമാർജിക്കുക, ധനമാർജിക്കുക എന്നത് ഈ വനത്തിൽ എല്ലാം ഉപേക്ഷിച്ച് കഴിയുന്ന നമ്മളാൽ ഇനി ഈ വിധത്തിൽ സാധ്യവുമല്ല. അങ്ങൊരു കാര്യം മനസ്സിലാക്കുക, ഭിക്ഷാടനം എന്നത് കേവലം ഋഷിവര്യന്മാർക്ക് മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷത്രിയനായ നമുക്ക് ഭിക്ഷാടനം ഒരു കാരണവശാലും വിധിക്കപ്പെട്ടതല്ല. ക്ഷത്രിയൻ്റെ ധർമ്മമെന്ന് പറയുന്നത് തന്നെ അവൻ്റെ ധീരതയാണ്, കരുത്താണ്, ശ്രേയസ്സാണ് എന്ന സത്യം അങ്ങ് വിസ്മരിച്ചിരിക്കുന്നു. ആയതിനാൽ ഞാൻ അങ്ങയോട് പറയുകയാണ്, ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്, ഇനി ഈ വ്യവസ്ഥയുമായി അങ്ങ് മുന്നോട്ട് പോകാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ആയുധങ്ങളെല്ലാം സജ്ജമാക്കി നമ്മുടെ സൗഹൃദത്തിലുള്ള രാജാക്കന്മാരോട് സഹായവും അഭ്യർത്ഥിച്ച് നമ്മൾ ഹസ്തിനപുരിയെ ആക്രമിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് വേണ്ടുന്ന നിർദ്ദേശം അങ്ങ് നൽകുക, ബാക്കി കാര്യം നാം ചെയ്തു കൊള്ളാം എന്ന് ഭീമസേനൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയും എല്ലാം കേട്ടിരിക്കുകയായിരുന്ന യുധിഷ്ഠിര മഹാരാജാവ് അല്പം മൗനമായിരുന്നതിന് ശേഷം തിരിച്ച് ഈ വിധത്തിൽ പ്രതിവചിച്ചു. അല്ലയോ പ്രിയ അനുജ ഭീമസേന, നീ എന്നെ ഏത് വിധത്തിൽ കുറ്റം പറഞ്ഞാലും അത് കൂടുതലായി പോകില്ല. കാരണം ജ്യേഷ്ഠനെ അനുസരിക്കുക എന്ന ധർമ്മം നിങ്ങൾ പൂർണ്ണമായും പാലിച്ചവരാണ്. ആയതിനാൽ എൻ്റെ ദീർഘവീക്ഷണക്കുറവോ എൻ്റെ പ്രവൃത്തി ദോഷമോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംഭവിച്ചു പോയ വിധിവിഹിതമോ ഈ വിധത്തിലൊക്കെ സംഭവിച്ചു. ആയതിനാൽ ഗുരുവര്യന്മാരോടൊപ്പവും പിതാമഹന്മാരോട് ഇരിക്കുന്ന സഭയിൽ വച്ച് ചെയ്ത സത്യപ്രതിജ്ഞയെ മറന്നുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുക്കാൻ എനിക്കൊരു കാരണവശാലും കഴിയില്ല. ഞാൻ ധനത്തെക്കാളും രാജ്യത്തെക്കാളും സമ്പത്തിനേക്കാളും ധർമ്മത്തിന് ഞാൻ ശ്രേയസ് കൽപ്പിക്കുന്നു. ഒരു ഭാഗത്ത് എൻ്റെ അനുജന്മാരായ നിങ്ങളെല്ലാവരും ഭാര്യയും പുത്രന്മാരും സർവബന്ധുക്കളും എൻ്റെ രാജ്യവും സമ്പത്തും എല്ലാം തൂക്കിയാലും മറുഭാഗത്ത് ഞാൻ കാണുന്ന ധർമ്മം എന്ന ആ തട്ട് തന്നെ എത്രയോ ഉയർന്നു നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ ധർമ്മവിരുദ്ധമായി മുതിർന്നവരുടെ മുന്നിൽ വച്ചെടുത്ത പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായി ഒരു തീരുമാനമെടുക്കാൻ എനിക്കിപ്പോൾ കഴിയില്ല. ഇത് കേട്ടു നിന്ന ഭീമസേനൻ വീണ്ടും ഈ വിധത്തിൽ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, അങ്ങൊരു കാര്യം കൂടെ ഓർക്കുക. കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. മനുഷ്യജീവിതം എന്ന് പറയുന്നത് വെള്ളത്തിലെ കുമിള പോലെയാണ്. ഏത് നിമിഷവും ആ കുമിള അസ്തമിക്കുന്നത് പോലെ മനുഷ്യൻ ദേഹമുണ്ടാകുമ്പോൾ തന്നെ ദേഹത്തിനുള്ളിൽ മരണവും കൂടെ പിറക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ആ മരണം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടാം. ആ മരണം പുറത്തു വന്ന് നമ്മളെ വിഴുങ്ങുന്നതിന് മുമ്പ് ഇത്തരം അധർമ്മം കാണിച്ച ദുര്യോധനോടും ധാർത്തരാഷ്ട്രന്മാരോടും പ്രതികാരം ചെയ്യാതെ വീരവൃത്തി വരിക്കേണ്ടി വന്നാൽ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നമ്മൾക്കൊരു കാരണവശാലും വീരസ്വർഗം കിട്ടുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കേണ്ടതില്ല. ആയതിനാൽ ക്ഷത്രിയ ധർമ്മം അങ്ങ് നിറവേറ്റുക. ക്ഷത്രിയൻ്റെ ധർമ്മം എന്നത് വീര്യം പ്രകടിപ്പിക്കുക എന്നതാണ് പ്രധാനമായും. ആയതിനാൽ അങ്ങ് ഈ വിധത്തിലുള്ള ചിന്തകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഹസ്തിനപുരിയെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകുക. അർജുനനെ ജയിക്കത്തക്ക ഒരു വില്ലാളി ഇന്ന് ഈ ഭൂമുഖത്ത് ലോകത്ത് തന്നെയില്ല. അങ്ങേക്കറിയാവുന്നതാണല്ലോ, ഗദായുദ്ധത്തിൽ എന്നെ തോൽപ്പിക്കാൻ പ്രാപ്തനായ ഒരു ദ്വന്ദ്വയുദ്ധവീരൻ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ല എന്ന സത്യം. പിന്നെ നകുല സഹദേവന്മാരെ പോലെ വാൾപ്പയറ്റിൽ വീരശൂര പരാക്രമികളായ ആരാണുള്ളത്? ആയതിനാൽ ഇത്രയും കഴിവുകളുള്ള നമുക്ക് ഒരു കാരണവശാലും അങ്ങ് ഭയക്കേണ്ട.
നമുക്ക് പൂർണ്ണമായും ഇന്ദ്രപ്രസ്ഥത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മൾ നമ്മുടെ സ്വത്ത് നമ്മുടേതായി അനുഭവിക്കാം. അല്ലാതെ ഇനിയും അങ്ങ് തുടരുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേവലം 13 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ വനവാസം ആരംഭിച്ചിട്ട്. ഇനി ദീർഘമായി 12 വർഷം ഇനിയും നമ്മൾ ഈ വിധത്തിൽ അനുഭവിക്കണം എന്നത് മാത്രവുമല്ല, ഈ 13 മാസത്തെ 13 വർഷമായി കണക്കാക്കാം എന്ന് ജ്ഞാനികൾ അവകാശപ്പെടുന്നു. മാത്രവുമല്ല, അങ്ങേക്ക് വേണമെങ്കിൽ നമുക്കതിന് പരിഹാരവും ചെയ്യാം. എന്നാലും നമ്മൾ ഇനിയും തുടർന്നു പോകേണ്ടതില്ല. തുടർന്നു പോയാൽ വനവാസത്തിന് ശേഷം പറയുന്ന അജ്ഞാതവാസം നമ്മൾ എങ്ങനെ അനുഷ്ഠിക്കുമെന്നത് കൂടെ അങ്ങ് ഓർക്കുക. ഈ ലോകത്ത് അങ്ങയെ തിരിച്ചറിയാൻ പാടില്ലാത്ത ഏത് വ്യക്തിയാണുള്ളത്? സൂര്യദേവന് ആകാശത്ത് മറഞ്ഞിരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ യുധിഷ്ഠിര മഹാരാജാവിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അജ്ഞാതവാസം അനുഭവിക്കാൻ കഴിയൂ എന്നങ്ങ് മനസ്സിലാക്കുക. മാത്രമല്ല, ഈ ലോകം മൊത്തം പടർന്ന് പന്തലിച്ചിരിക്കുന്ന അർജുനനെ അറിയാത്ത ഒരു വ്യക്തിയുമില്ല. ആ അർജുനൻ എങ്ങനെയാണ് അജ്ഞാതവാസം അനുഷ്ഠിക്കുക? വീരശൂര പരാക്രമികളും തേജസ്വികളുമായ നകുല സഹദേവന്മാർ എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിൽ ഒളിച്ചു താമസിക്കുക? അതൊക്കെ മാത്രമോ ഇന്ന് ഈ ഭൂമുഖത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ശ്രീരത്നങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയും സുന്ദരിയുമായ ദ്രൗപദി ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് ഒളിച്ചു താമസിക്കുക? അതിനെല്ലാം ഉപരി ബാല്യം മുതൽ ലോകം മൊത്തം അറിയാവുന്ന ഞാൻ എങ്ങനെ ഒളിച്ചു താമസിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആൾക്കാർ തന്നെ പറയും, മേരുപർവ്വതത്തെ നിങ്ങൾക്ക് ഒളിപ്പിക്കാൻ കഴിയും, പക്ഷേ ഭീമസേനനെ ഒളിപ്പിക്കാൻ കഴിയില്ല എന്ന്. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അജ്ഞാതവാസം അനുഷ്ഠിക്കും? അതുമാത്രവുമല്ല, വിജയത്തിനായി ഈ ലോകം മൊത്തം ചുറ്റി നടന്ന ഞാനും അർജുനനുമൊക്കെ തോൽപ്പിച്ച അനേകം രാജാക്കന്മാർ നമ്മുടെ ശത്രുക്കളായുണ്ട്. അവരും കൂടെ ധാർത്തരാഷ്ട്രന്മാരോടൊപ്പം കൂടി നമ്മൾ എവിടെ അജ്ഞാതവാസം അനുഷ്ഠിച്ചാലും അവിടെ നിന്ന് നമ്മളെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്താനിടയായാൽ നിങ്ങളുടെ വ്യവസ്ഥ പ്രകാരം വീണ്ടും 12 വർഷം വനവാസമാണല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മളെന്നും വനത്തിലും അർഹതയില്ലാതെ ധാർത്തരാഷ്ട്രന്മാർ എന്നും രാജസുഖഭോഗങ്ങളും അനുഭവിച്ച് ജീവിക്കണം. ഇല്ല ജ്യേഷ്ഠ, ഇല്ല യുധിഷ്ഠിര മഹാരാജാവേ, ഈ വ്യവസ്ഥയുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ഇനിയും താല്പര്യമില്ല, എനിക്ക് കഴിയില്ല. ഇത് കേട്ടതെന്ന് യുധിഷ്ഠിര മഹാരാജാവ് വീണ്ടും അനുജനോടായി പ്രതിവചിച്ചു. ഭീമസേന, താങ്കളുടെ കഴിവുകളിൽ അമിതമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവന് അടുത്ത് ദുഃഖിക്കേണ്ടതായി വരും എന്ന സത്യം നീ ഓർക്കുക. നീ ഈ ഭൂമുഖത്തുള്ള ദ്വന്ദ്വയുദ്ധവീരന്മാരിൽ ഏറ്റവും വീരൻ തന്നെയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു, ഈ ലോകവും സമ്മതിക്കുന്നു. അർജുനൻ ഈ ലോകത്തുള്ള വില്ലാളി വീരന്മാർ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വില്ലാളിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കോ ഈ ഭൂമുഖത്തിൽ മറ്റാർക്കെങ്കിലുമോ തർക്കമുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ നീ ഒരു കാര്യം ഓർക്കുക, കസ്രപുരി മഹാരാജ്യത്തെ നമ്മൾ ആക്രമിക്കുന്ന നിലയ്ക്ക് വേണ്ടി ശ്രമിച്ചാൽ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യാനിറങ്ങുന്നത് ഭീഷ്മപിതാമഹനുണ്ടാവും, ദ്രോണ ഗുരുവുണ്ടാകും, കൃപനുണ്ടാവും, ദ്രോണപുത്രൻ അശ്വത്ഥാത്മാവുണ്ടാവും, കർണനുണ്ടാകും. അവരെല്ലാം നീ ഈ കാണുന്നത് പോലെ ലോകത്തുള്ള ശ്രേഷ്ഠമായ വില്ലാളി വീരന്മാർ മാത്രമല്ല, പല വിധത്തിലുള്ള വരങ്ങളും നേടിയിട്ടുള്ള വ്യക്തികൾ കൂടെയാണ്. നിനക്കറിയാമല്ലോ, ഭീഷ്മപിതാമഹനെ നിഗ്രഹിക്കാൻ ഈ ഭൂമുഖത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും സാധ്യമല്ല. അദ്ദേഹം സ്വയം സ്വച്ഛന്ത മൃത്യു വരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ മരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ മാത്രമേ അങ്ങേക്ക് മരണം സംഭവിക്കൂ. ആ ഭീഷ്മപിതാമഹനെ എങ്ങനെയാണ് അർജുനൻ നിഗ്രഹിക്കുക എന്ന് നീ പറയുക. മാത്രമോ, അതേപോലെ തന്നെയാണ് നമ്മുടെ ഗുരുവായ ദ്രോണാചാര്യരുടെ അവസ്ഥ. അദ്ദേഹവും വരം നേടിയിട്ടുള്ള വ്യക്തിയാണ്. സ്വന്തം കയ്യിൽ വില്ലിരിക്കുന്ന സമയത്ത് പോലും ഈ ലോകത്ത് ഒരു മനുഷ്യനും അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ല എന്നുള്ള വരം ലഭിച്ചിട്ടുള്ള ദ്രോണാചാര്യരെ എങ്ങനെയാണ് അർജുനൻ നിഗ്രഹിക്കുക? മാത്രമോ,
അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുള്ള, അർജുനനെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ വിദ്യകളും ദ്രോണർ സ്വപുത്രനായ അശ്വത്ഥാത്മാവിനെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന സത്യം നീ മറക്കുക. അശ്വത്ഥാത്മാവ് ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ വില്ലാളിയാണ്. ആ അശ്വത്ഥാത്മാവിനെ നാം എങ്ങനെ നേരിടും? ഇവയ്ക്കെല്ലാം പുറമേ ദ്വന്ദ്വയുദ്ധത്തിൽ നിന്നോട് കിടപിടിക്കാൻ, നിന്നോട് പിടിച്ചു നിൽക്കാൻ പ്രാപ്തനായ രീതിയിൽ എല്ലാ പരിശീലനവും നേടിയിട്ടുള്ള വ്യക്തിയാണ് ദുര്യോധനൻ. മാത്രമോ, കർണനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? കവചകുണ്ടലങ്ങളാൽ സ്വയം ജനിക്കപ്പെട്ട ആ കർണനെ തോൽപ്പിക്കുക എന്നത് ആരാലും സാധ്യമുള്ള കാര്യമല്ല. ആ കവചകുണ്ടലങ്ങൾ, ആ കവചം കർണൻ്റെ ശരീരത്തിലുള്ള കാലത്തോളം കർണൻ നിഗ്രഹിക്കുക ആർക്കും സാധ്യമല്ല. മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന വില്ലാളി വീരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും കഴിവുള്ളവൻ കർണനാണെന്ന് നീയും കണ്ടതാണല്ലോ. അന്ന് സഭയിൽ പ്രദർശനമായി സർവ്വ ആയുധാഭ്യാസങ്ങളും പ്രദർശിപ്പിച്ചപ്പോൾ അർജുനൻ ഏതെല്ലാം വിധത്തിലുള്ള ആയുധങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചോ അതിനേക്കാൾ ശക്തമായും വ്യക്തമായും കരവിരുതോടുകൂടിയും കർണൻ ആ വിദ്യകളെല്ലാം അവിടെ പ്രകടിപ്പിച്ചത് നീയും കണ്ടതല്ലേ. ഇന്നും ഓർക്കുമ്പോൾ എനിക്ക് നടുക്കം തോന്നുന്നു. ആ കർണൻ്റെ കരവിരുത്, ആ കരവേഗത എനിക്ക് ഓർക്കുമ്പോൾ ഭയമാണ് തോന്നുന്നത്. ഭീമസേന ഇവരെ എല്ലാവരെയും മാത്രവുമല്ല, ഹസ്തനപുരിക്ക് വലുതായ സേനാബലമുണ്ട് എന്ന സത്യം നിനക്കറിയാം. മാത്രമല്ല, അനേകം രാജാക്കന്മാരുടെ സേനകളെല്ലാം അവരെ ബന്ധുബലം കൊണ്ട് ഹസ്തനപുരിയെ സഹായിക്കുമെന്ന് മാത്രവുമല്ല, നമ്മളെ ശത്രുക്കളായ അനേകം രാജ്യങ്ങളുടെ സൈന്യവും അവരെ സഹായിക്കും. ആരുമില്ലാതെ അനാഥരെപ്പോലെ ഈ വനത്തിൽ ചുറ്റിക്കിടക്കുന്ന നമ്മൾ കേവലം ശക്തനാണെങ്കിലും നീയും അർജുനനും മാത്രം ഇവരെയെല്ലാം നേരിട്ട് കീഴ്പ്പെടുത്തിയിട്ട് ആ രാജ്യം സ്വന്തം കരസ്ഥമാക്കും എന്ന് നീ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ഒന്ന് വിശകലനം ചെയ്യുക എന്ന്. ഇതെല്ലാം കേട്ടു നിന്ന ഭീമസേനൻ ജ്യേഷ്ഠൻ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് തോന്നുകയും അല്പസമയം മൗനിയാവുകയും ചെയ്തു. ആ സമയത്ത് ശ്രേഷ്ഠ ഋഷിവര്യനായ വ്യാസൻ അവിടെ പ്രത്യക്ഷനായി. വ്യാസനെ കണ്ട ഉടൻ പാണ്ഡവരെല്ലാവരും വളരെ ആദരവോടുകൂടി വിനയത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുകയും ഉടൻ തന്നെ വ്യാസ ഋഷി യുധിഷ്ഠിരനോടായി പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, നിൻ്റെ മനോദല മനസ്സിലാക്കി, നിൻ്റെ വ്യാകുലതകൾ മനസ്സിലാക്കിയ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷനായത് എന്ന്. നിൻ്റെ വ്യാകുലതകൾ വാസ്തവമാണ്. നീ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ്. നിങ്ങളും കൗരവരുമായി ഒരു യുദ്ധം ഇപ്പോൾ ഉണ്ടായാൽ കൗരവപക്ഷത്ത് നിന്ന് ഭീഷ്മരും ദ്രോണരും കൃപരും അശ്വത്ഥാത്മാവും കർണനും ഒക്കെ യുദ്ധം ചെയ്യും എന്നത് സത്യമാണ്. നീ പറഞ്ഞതുപോലെ നിൻ്റെ മനസ്സിലെ ഉത്കണ്ഠ പോലെയൊക്കെ തന്നെയാണ്. അവരെല്ലാവരും വളരെ പ്രബലരുമാണ്, വളരെ ദിവ്യമായ വരങ്ങൾ നേടിയിട്ടുള്ളവരും തന്നെയാണ്. പക്ഷേ ഇവയ്ക്കൊക്കെ അപ്പുറം ഒരു സത്യമുണ്ട്, വിധി എന്ന സത്യം. വിധിയാണ് നിങ്ങളെ ഈ വനത്തിലെത്തിച്ചതെങ്കിൽ വിധി തന്നെ വിജയനെ കൊണ്ട് ഈ പറഞ്ഞ സർവ്വ യോദ്ധാക്കളെയും നിഗ്രഹിക്കാൻ വിജയനെ പ്രാപ്തരാക്കുകയും ചെയ്യും. പക്ഷേ അതിന് വിജയൻ്റെ കൈവശം, അതായത് അർജുനൻ്റെ കൈവശം ഇപ്പോഴുള്ള ആയുധാഭ്യാസങ്ങൾ മാത്രം പോരാ. അർജുനൻ രുദ്രനെയും വരുണനെയും ഇന്ദ്രനെയും യമനെയും ഒക്കെ പ്രസാദിപ്പിച്ച് അനേകം ദിവ്യ ആയുധങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. അവയൊക്കെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർജുനന് ഈ എല്ലാ യോദ്ധാക്കളെയും നിഗ്രഹിച്ച് രാജ്യം നിങ്ങൾക്ക് തിരിച്ചു പിടിച്ച് തരാൻ കഴിയും. ഇവയ്ക്കൊക്കെ നിങ്ങൾക്ക് പ്രാപ്തമാക്കുന്നതിലേക്ക് വേണ്ടി, അതായത് നിനക്ക് ഞാനൊരു മന്ത്രം ഉപദേശിക്കാം.
ആ മന്ത്രം നീ കേട്ട് അർജുനനെയും പാണ്ഡവരെ എല്ലാവരെയും പഠിപ്പിച്ചതിന് ശേഷം അർജുനൻ തപസ്സുകൊണ്ടും ശക്തി കൊണ്ടും ആയുധബലം കൊണ്ടും കായബലം കൊണ്ടും ഒക്കെ ഈ പലരെയും നേരിടേണ്ട രീതിയിൽ നേരിട്ട് ആയുധങ്ങൾ സ്വയം കരസ്ഥമാക്കി വരുമ്പോൾ എല്ലാം മംഗളമായി നിങ്ങൾക്ക് സംഭവിക്കും എന്ന് പറഞ്ഞ് ആ ദിവ്യമന്ത്രവും യുധിഷ്ഠിരന് പറഞ്ഞുകൊടുത്ത് ദീർഘനാൾ ഒരു പ്രദേശത്ത് ഈ വനവാസ സമയത്ത് താമസിക്കുന്നത് ഉചിതമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതാണെന്നും കാമ്യകവനം മോശമാണ് എന്ന് തോന്നിയാണ് നിങ്ങളിങ്ങോട്ട് പോകുന്നതെങ്കിലും നിങ്ങൾ അവിടെ മനുഷ്യവാസയോഗ്യമാക്കി വച്ചിരിക്കുന്ന ആ പ്രദേശത്ത് തന്നെ വേണമെങ്കിൽ തിരിച്ചു പോയി താമസിക്കാമെന്നും പറഞ്ഞ് പാണ്ഡവരെ അനുഗ്രഹിച്ച് വ്യാസ മഹാഋഷി അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. തുടർഭാഗങ്ങളിൽ അർജുനൻ ഓരോ ദേവന്മാരെ നിന്ന് ഓരോ ആയുധങ്ങൾ കരസ്ഥമാക്കുന്നതും മറ്റ് തുടർക്കഥകളും പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.